ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇതിൻ്റെ ആവിർഭാവം. കൊടുങ്ങല്ലൂർ അമ്മയെപ്പറ്റി നമുക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഇവിടുത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമാണ് കൊടുങ്ങല്ലൂർ. അതായത് 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് കൊടുങ്ങല്ലൂരും. ആ കൊടുങ്ങല്ലൂർ ശക്തിപീഠം തന്നെയാണ്. ആ കൊടുങ്ങല്ലൂർ അമ്മയുടെ കഥ പറയുകയാണെങ്കിൽ നമുക്ക് പെറോട്ടയ്ക്ക് പോണ്ടി വരും. അതിൽ പറയുകയാണെങ്കിൽ ചേരമാൻ എന്നൊരു രാജ്യത്ത് ആ രാജാവിൻ്റെ രാജ്ഞിയായിരുന്നു ഈ കണ്ണകി എന്ന് പറയുന്നത്. ഈ കണ്ണകിക്ക് ഒരു കണ്ണകിയുടെ ആഭരണം ഒരു പ്രാവശ്യം ഭർത്താവിനൊരു ചെറിയ സ്വഭാവദൂഷ്യം കൊണ്ട് ഈ ആഭരണം കൊണ്ടുപോയി സമ്പത്തൊക്കെ നശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ആഭരണം, അതായത് ചിലങ്ക കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയി. ഈ ചിലങ്ക കണ്ടപ്പോൾ നമ്മുടെ ശരിയായ മധുരാപുരത്തെ രാജ്ഞിയുടെ ചിലങ്കയും കാണാതെയായി. അപ്പോൾ ഈ ചിലങ്കയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വധിച്ചു. പതിവ്രതയായ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും നടക്കും എന്നാണ് സത്യം. ആ പതിവ്രതയായ കണ്ണകി പോയി അവിടെ നിന്ന് ആ രക്തം തൊട്ട് അവിടെ നിന്ന് അലറി വിളിച്ച് ഓടുകയായിരുന്നു. അതോടുകൂടി മധുരാപുരം നശിക്കുകയാണ് ചെയ്തത്. മധുരമീനാക്ഷിക്ക് സങ്കടമായി. മധുരമീനാക്ഷി പറഞ്ഞു, ചെയ്യല്ലേ മോളെ. അങ്ങനെ കുറച്ച് ക്ഷമിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ആറ്റുകാലിലെത്തിയതെന്നും ആറ്റുകാലിലെത്തിയപ്പോൾ അവിടുത്തെ മുല്ലയ്ക്കൽ തറവാട്ടുകാരെ കാരണം അവർ സ്വീകരിച്ചു എന്നും അതൊരു കഥയുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്.